ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ടും FTP എന്ന് പറയുന്ന ഈ പ്രോട്ടോകോളിനകത്ത് മെയിൻ ആയിട്ടും രണ്ട് TCP കണക്ഷൻ നമുക്ക് വേണം. ആപ്ലിക്കേഷൻ ലെയറിൽ FTP ആണെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് TCP തന്നെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡേറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ കണക്ഷൻ ഓപ്പൺ ആക്കത്തുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് പറയാം FTP എന്ന് പറയുന്നതിനകത്ത് രണ്ട് TCP കണക്ഷൻസ് ആണ് വേണ്ടത്. ഒരു TCP കണക്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ കണക്ഷന് വേണ്ടിയിട്ടും മറ്റേ TCP എന്ന് പറയുന്നത് ഡേറ്റ കണക്ഷന് വേണ്ടിയിട്ടുമാണുള്ളത്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഗറിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട്, അതായത് ഒരു ക്ലയന്റ് മെഷീനും ഒരു സെർവർ മെഷീനും അല്ലെങ്കിൽ ഒരു സെന്ററും ഒരു റിസീവറും. ഓക്കെ, സെന്റർ എന്ന് പറയുന്നതിനകത്ത് 3 കമ്പോണൻസും റിസീവറിനകത്ത് 2 കമ്പോണൻസും ആണുള്ളത്. സെന്ററിനകത്ത് 3 കമ്പോണൻസും റിസീവറിനകത്ത് 2 കമ്പോണൻസും. സെന്ററിനകത്ത് ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂസറുമായിട്ട് ഇന്റർഫേസ് വരുന്ന ആ ഒരു പോർഷനാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒന്നാമത്തെ കമ്പോണന്റ്. രണ്ടാമത്തേന്ന് പറയുന്നത് കൺട്രോൾ പ്രോസസ് ആണ്. മൂന്നാമത്തത് ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ് ആണ്. ഈ കൺട്രോൾ പ്രോസസ്സും ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ് എന്ന് പറയുന്ന ഈ 2 കമ്പോണൻസും സെന്ററിലും ഉണ്ടാവും, റിസീവറിലും ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ക്ലയന്റിലും ഉണ്ടാവും, സെർവറിലും ഉണ്ടാവും. രണ്ടിടത്തും എന്തുണ്ടാവും? കൺട്രോൾ പ്രോസസ് ഉണ്ടാവും, രണ്ടിടത്തും ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ കൺട്രോൾ പ്രോസസ്സ് തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫറിങ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ കണക്ഷൻ ഉപയോഗിക്കുന്നത്. ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സുകൾ ഡേറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ കണക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് കൺട്രോൾ കണക്ഷൻ നടത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആവശ്യമായിട്ടുള്ള കമാൻഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ കണക്ഷനിലൂടെ പാസ് ചെയ്യുന്നത് കമാൻഡ്സ് ആയിരിക്കും. അതിന്റെ റെസ്പോൺസ് ആയിരിക്കും എവിടെ നിന്ന് തിരിച്ചു വരുന്നത്? സെർവറിന്റെ സൈഡിൽ നിന്ന് തിരിച്ചു വരുന്നത് എന്തായിരിക്കും? ആ കമാൻഡ്സിനുള്ള റെസ്പോൺസസ് ആയിരിക്കും തിരിച്ചു വരിക. ഓക്കെ, അപ്പൊ ആ റെസ്പോൺസ് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവ തമ്മിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡേറ്റ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഡേറ്റ കണക്ഷനകത്ത് ആദ്യമേ എന്ത് ചെയ്യും? അവർ തമ്മിൽ ഒരു TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഡേറ്റ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ചെയ്യും. ഡേറ്റ ട്രാൻസ്ഫറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ TCP കണക്ഷൻ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് FTPയിൽ വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ FTPയിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട് ക്ലയന്റിന്റെ സൈഡിൽ 3 പ്രോസസ് ഉണ്ട്, സെർവറിന്റെ സൈഡിൽ 2 പ്രോസസ്സേ ഉള്ളൂ. ഓക്കെ, ക്ലയന്റിന്റെ സൈഡിലെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് യൂസറുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്ന ലെയർ ആണ്. ഓക്കെ, ഇനി കൺട്രോൾ പ്രോസസ്സ് രണ്ടിടത്തും ഉണ്ട്. അവ തമ്മിലാണ് കൺട്രോൾ കണക്ഷൻ നടക്കുമ്പോൾ ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. കൺട്രോൾ കണക്ഷനകത്ത് ഡേറ്റ ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത് കമാൻഡ്സ് ആണ്, അല്ലാതെ ഡേറ്റ അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. കമാൻഡ്സ് എന്ത് ചെയ്യും? ക്ലയന്റിന്റെ മെഷീനിൽ നിന്ന് കമാൻഡ്സ് കൊടുക്കും, തിരിച്ച് എന്ത് ചെയ്യും? സെർവർ എന്ത് ചെയ്യും? അതിന് റെസ്പോൺസസ് തിരിച്ചു കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ തമ്മിൽ, അതായത് ക്ലയന്റും സെർവറും തമ്മിൽ എന്താണ്? TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ചെയ്യും. ഡേറ്റ ട്രാൻസ്ഫറിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കണക്ഷൻ ടെർമിനേഷൻ നടത്തും. ഓക്കെ, ഇങ്ങനെയാണ് FTPയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കാം. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഈസ് ദ സ്റ്റാൻഡേർഡ് TCP/IP പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഫയൽസ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ. It solves the problem caused by different file naming conventions, data representations and directory structures. അതായത് നമുക്ക് നോർമലി അറിയാം, നമ്മൾ ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഡയറക്ടറി സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു, അവിടെ നെയിം കൊളീഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരേ പേരില് ഡയറക്ടറീസ്, അതായത് എല്ലാവരും സെർവറിനകത്താണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ A എന്ന് പറയുന്ന പേരിൽ തന്നെ കുറെ പേര് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും സെർവറിൽ. ഓക്കെ, അതുപോലെ തന്നെ A എന്ന് പറയുന്ന ആളുടെ അതിന്റെ ഉള്ളിലുള്ള ഫയലിന്റെ നെയിം എന്തായിരിക്കും? റിപ്പീറ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും വരാം. ഓക്കെ, അങ്ങനെയുള്ള നെയിമിംഗ് കൊളീഷൻസും കാര്യങ്ങളും ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് FTP യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, FTP ആർക്കിടെക്ചറിനകത്ത് പറയുന്നത് ഇവിടെ ക്ലയന്റ് സെർവർ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലയന്റിന്റെ സൈഡിൽ യൂസർ ഇന്റർഫേസ് ഉണ്ട്. ക്ലയന്റിന്റെ സൈഡിലുള്ളത് കൊണ്ട് ക്ലയന്റ് കൺട്രോൾ പ്രോസസ്സെന്നും ക്ലയന്റ് ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും, സെർവറിന്റെ സൈഡിൽ സെർവർ കൺട്രോൾ പ്രോസസ്സും സെർവർ ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും. 2 രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്. കൺട്രോൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫേഴ്സ്, കമാൻഡ്സ് ആൻഡ് റെസ്പോൺസസ്. ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് കമാൻഡ്സ് പോകും, തിരിച്ച് സെർവറിന്റെ സൈഡിൽ നിന്ന് അതിന്റെ റെസ്പോൺസസ് വരും. ഡേറ്റ കണക്ഷനകത്ത് നമ്മുടെ ഒറിജിനൽ ഡേറ്റ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഇനി അതിനകത്ത് പറയുന്നുണ്ട് കമാൻഡ്സ് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്? കൺട്രോൾ കണക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ,
കമാൻഡ്സ് പാസ് ചെയ്യുന്ന കമാൻഡ്സ് എന്ന് പറയുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് മെഷീൻ സെർവർ മെഷീനകത്തേക്ക് അയാളുടെ യൂസറിനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് എന്ത് യൂസർ. ഓക്കെ, ഇനി പാസ്വേഡ് ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ പാസ് എന്ന് പറയുന്ന കമാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുക. ഡയറക്ടറിയിലെ കണ്ടന്റ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് ആയിരിക്കും കൊടുക്കുന്നത്. ഇനി RETR എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും ഒരു ഫയൽ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ആയിരിക്കും ആര് കൊടുക്കുന്നത്? ഇത് ക്ലയന്റ് കൊടുക്കുന്നതാണ് കേട്ടോ. ക്ലയന്റ് കൊടുക്കുന്നതാണ് കമാൻഡ്സ്, തിരിച്ച് സെർവർ വരുന്ന റെസ്പോൺസസ് ആണ് കേട്ടോ. ഇനി STOR എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഫയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയന്റ് കൊടുക്കുന്ന കമാൻഡാണ്. ഇനി ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ DELE എന്ന് കൊടുക്കും. അതുപോലെ തന്നെ FTPയുടെ ഒരു സെക്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്വിറ്റ് കൊടുക്കും. പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയന്റിന്റെ പോർട്ട് നമ്പർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ്. ഓക്കെ, ദെൻ FTP ഞാൻ പറഞ്ഞല്ലോ 2 രീതിയിലുള്ള കണക്ഷൻസ് ആണുള്ളത്, കൺട്രോൾ കണക്ഷൻസും ഡേറ്റ കണക്ഷൻസും. പോർട്ട് നമ്പർ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. HTTP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പോർട്ട് നമ്പർ ഏതായിരിക്കും? HTTP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 80 ആയിരിക്കും. ഓക്കെ, 80 ആയിരിക്കും. FTPയിൽ നമ്മൾ കൺട്രോൾ കണക്ഷൻ ആണെങ്കിൽ 21, ഡേറ്റ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 20 ആയിരിക്കും പോർട്ട് നമ്പർ. ഓക്കെ, ദെൻ കൺട്രോൾ കണക്ഷനകത്ത് പിന്നെ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കമാൻഡ് റെസ്പോൺസസ് ഇല്ലെങ്കിൽ നമ്മൾ HTTPയിൽ പഠിച്ചതുപോലെ തന്നെ ക്യാരേജ് റിട്ടേൺ ലൈൻ ഫീഡ് ഒക്കെ ഉണ്ട്. അതാണ് CRLF എന്ന് പറയുന്നത് കേട്ടോ. ഇനി FTPയിലെ ഡേറ്റ കണക്ഷൻ നടക്കുന്ന സമയത്ത് ഡേറ്റ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലയന്റ് പെർഫോംസ് എ പാസീവ് ഓപ്പൺ യൂസിങ് ആൻ എഫിമറൽ പോർട്ട്. ക്ലയന്റ് എന്ത് ചെയ്യും? ഓപ്പണിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, ക്ലയന്റ് സെൻസ് ദ പോർട്ട് നമ്പർ ടു ദ സെർവർ യൂസിങ് ദ പോർട്ട് കമാൻഡ്. പോർട്ട് കമാൻഡ് ഉപയോഗിച്ചിട്ട് ക്ലയന്റ് എന്ത് ചെയ്യും? ആദ്യമേ ഒരു കമാൻഡ് എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. തിരിച്ച് സെർവർ റെസ്പോൺസ് ആൻഡ് ആക്റ്റീവ് ഓപ്പൺ യൂസിങ് പോർട്ട് 20 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? സെർവർ ഓപ്പൺ മെസ്സേജ് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫയൽ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഫയൽ ട്രാൻസ്ഫറിനകത്ത് ആദ്യമേ തന്നെ FTP ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അതിൽ ഒന്നാമത്തെന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ, രണ്ടാമത്തത് ഫയലിന്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം, മൂന്നാമത്തത് ഏത് മോഡാണ് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും FTP എന്ന് പറയുന്ന പ്രോട്ടോകോളിനകത്ത് ഡിഫൈൻ ചെയ്യണം. അതിനകത്ത് ഫയൽ സ്ട്രക്ചറിനകത്ത് ആദ്യമേ ഡേറ്റ സ്ട്രക്ചറിനകത്ത് പറയുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഏത് ട്രാൻസ്മിഷൻ മോഡിനനുസരിച്ച് എന്ത് ചെയ്യും? ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ചേഞ്ച് ആവും. നമ്മൾ യൂസ് ചെയ്യുന്നത് ഫയൽ സ്ട്രക്ചർ ആണ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റനെ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫയൽ സ്ട്രക്ചർ എന്ന് പറയാം. ഇനി ഞാൻ നമ്മുടെ കയ്യിലുള്ള ഫയലിനെ പല പല റെക്കോർഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? റെക്കോർഡ് സ്ട്രക്ചർ എന്ന് പറയും. ഇനി എന്റെ കയ്യിലുള്ള ഫയലിനെ നമ്മൾ പല പല പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിന് പേജ് സ്ട്രക്ചർ എന്ന് പറയും. ഇതിൽ 3 ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ FTP ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഫയലിന്റെ ടൈപ്പ്. ഓക്കെ, എന്തൊക്കെ ടൈപ്പിലുള്ള ഫയൽസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും FTP ഉപയോഗിച്ചിട്ട്? ഒന്ന് ASCII ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പിന്നെ EBCDIC ഫയല്, ദെൻ ബൈനറി ഫയൽ. ഈ 3 ടൈപ്പ് ഫയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ്സ് 3 ടൈപ്പിലുള്ള മോഡ്സ് ആണുള്ളത്. ഒന്ന് സ്ട്രീം മോഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബൈറ്റ്സ്. നമ്മൾ പറഞ്ഞ ഫയൽ സ്ട്രക്ചർ ഡീഫോൾട്ട് ആയിട്ടുള്ള മോഡാണ് സ്ട്രീം മോഡ് എന്ന് പറഞ്ഞത്. ഇനി ബ്ലോക്ക് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓരോ നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ നമ്മൾ പല പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനൊരു നെയിം വെച്ചിട്ട്, അതായത് ഒന്നാമത്തേതിന്റെ ആണെങ്കിൽ 1.1, 1.2 എന്ന് പറഞ്ഞ് പല പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. അതല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് ഞാൻ എന്താ കംപ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. അങ്ങനെ 3 രീതിയിൽ നമുക്ക് ഡേറ്റനെ സെൻഡ് ചെയ്യാനുള്ള മോഡ്സ് ഉണ്ട്. ഓക്കെ, ഇത് ഡേറ്റ കണക്ഷൻ പറയുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് 3 കാര്യങ്ങൾ. ഡേറ്റ കണക്ഷനകത്ത് FTP 3 കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. 1 ഡേറ്റ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം, 2 ഫയൽ ടൈപ്പ് ഡിഫൈൻ ചെയ്യണം, 3 ട്രാൻസ്മിഷൻ മോഡ് ഡിഫൈൻ ചെയ്യണം. ദെൻ FTP തിരിച്ചു കൊടുക്കുന്ന മെസ്സേജസ്, എറർ കോഡ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? 425 ആണെങ്കിൽ നമ്മൾ ഡേറ്റ കണക്ഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും സെർവർ തിരിച്ചു കൊടുക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി 450 എന്നാണ് നമുക്ക് വരുന്ന മെസ്സേജ് എങ്കിൽ റെസ്പോൺസ് എങ്കിൽ അതിനർത്ഥം ഫയൽ ആക്ഷൻ നോട്ട് ടേക്കൺ അല്ലെങ്കിൽ ഫയൽ നോട്ട് അവൈലബിൾ ആണെന്നുള്ളത്. 452 ആണെന്നുണ്ടെങ്കിൽ ഇൻസഫിഷ്യന്റ് സ്റ്റോറേജ് ആണെന്നാണ് അർത്ഥം. ദെൻ അൺറെക്കഗ്നൈസ്ഡ് കമാൻഡ് ആണ് 501 എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ്സിൽ എന്തോ പ്രശ്നമുണ്ട്. ഇതൊക്കെ FTP തിരിച്ചു കൊടുക്കുന്ന റെസ്പോൺസസ് ആണ്. ഓക്കെ, ഇനി FTPയില് 3 ടൈപ്പിലുള്ള ഓപ്പറേഷൻസിന് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സെർവറിൽ നിന്ന് ക്ലയന്റിലോട്ടുള്ള കമ്മ്യൂണിക്കേഷനും,
ദെൻ ക്ലയന്റിൽ നിന്ന് സെർവറിലോട്ട്, അതായത് അവിടെ ആ TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫേഴ്സ് എ ഫയൽ ഫ്രം സെർവർ ടു ദ ക്ലയന്റ്. ഒരു ഫയലിനെ സെർവറിൽ നിന്ന് ക്ലയന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിട്രീവ് എന്ന് പറയുന്ന മോഡ് യൂസ് ചെയ്യുന്നത്. സ്റ്റോർ എന്ന് പറയുന്ന മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫയലിനെ ക്ലയന്റിൽ നിന്ന് സെർവറിലോട്ട് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഡയറക്ടറി ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടറി, അതായത് സെർവറിലുള്ള ഡേറ്റയിൽ എന്തെങ്കിലും ക്ലയന്റിന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കും. അത്രയുമാണ് FTP നെ കുറിച്ച് പറയാനുള്ളത്. FTP മെയിൻ ആയിട്ടും ഡേറ്റ, അതായത് ഒരു ഹോസ്റ്റിൽ നിന്ന് വേറൊരു ഹോസ്റ്റിലോട്ട് ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അന്നത്തെ ആർക്കിടെക്ചർ പറയുകയാണെങ്കിൽ രണ്ട് പാർട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്ലയന്റ്, സെർവർ, അല്ലെങ്കിൽ സെൻഡർ, റിസീവർ എന്ന് പറഞ്ഞാലും മതിയാവും. സെൻഡറിന്റെ സൈഡിൽ 3 കമ്പോണൻസ്, റിസീവറിന്റെ സൈഡിൽ 2 കമ്പോണൻസും ആണുള്ളത്. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ യൂസറുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്ന പോർഷൻ ആണ്. ദെൻ കൺട്രോൾ പ്രോസസ്സ് രണ്ടിടത്തുണ്ട്. ക്ലയന്റിലുള്ളതുകൊണ്ട് ക്ലയന്റ് കൺട്രോൾ പ്രോസസ്സ്, സെർവർ സൈഡിലുള്ളതിന് സെർവർ കൺട്രോൾ പ്രോസസ്സ് എന്നും പറയും. ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും രണ്ടിടത്തുണ്ട്. ദെൻ 2 ടൈപ്പിലുള്ള കണക്ഷൻസ് ആണുള്ളത്, കൺട്രോൾ കണക്ഷൻസും ഡേറ്റ കണക്ഷനും. കൺട്രോൾ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ്സ് ക്ലയന്റിൽ നിന്ന് സെർവറിലോട്ട് അയക്കാനും അതിന്റെ തിരിച്ചുള്ള റെസ്പോൺസ് സെർവറിൽ നിന്ന് ക്ലയന്റിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ കണക്ഷൻ. കൺട്രോൾ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഡേറ്റ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ചെയ്യും. ആ ഡേറ്റ ട്രാൻസ്ഫറിങ്ങിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് FTP ഡിഫൈൻ ചെയ്യാനുള്ള 3 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനുണ്ട്. ഒന്ന് ഡേറ്റ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കണം, പിന്നെ ഫയൽ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം, ട്രാൻസ്മിഷൻ മോഡ്സ് പറഞ്ഞു കൊടുക്കണം. പിന്നെ കൺട്രോൾ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ട് എന്ന് പറയുന്നത് 21 ആയിരിക്കും. ഡേറ്റ കണക്ഷൻ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന പോർട്ട് എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഞാൻ പറയുന്നത് സ്പീഡ് എന്തെങ്കിലും കൂടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. സ്പീഡ് കൂടുതലാണെങ്കിൽ പറഞ്ഞോണേ. ഇനി നെക്സ്റ്റ് പ്രോട്ടോകോൾ ആണ് നമ്മളെ ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന വേറൊരു പ്രോട്ടോകോൾ ആണ്. ഇമെയിലിനകത്ത് യൂസ് ചെയ്യുന്ന SMTP, അതുപോലെ തന്നെ POP, IMAP ഒക്കെ. ഓക്കെ, ആ പ്രോട്ടോകോൾസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്ന സർവീസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇമെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്, ഇമെയിൽ എന്ന് പറയുന്നത്. ഇത് ആപ്ലിക്കേഷൻ ലെയറിലെ ഒരു സർവീസ് ആണ്. അതായത് 2 യൂസേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, 2 യൂസറിന്, അതായത് അത് സെയിം നെറ്റ്വർക്കിലാവാം അല്ലെങ്കിൽ ഡിഫറെന്റ് നെറ്റ്വർക്കിലുള്ള 2 യൂസേഴ്സിന് തമ്മിൽ ഡേറ്റനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സർവീസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇമെയിൽ എന്ന് പറയാം. ഓക്കെ, ഇനി ഇമെയിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു FTP, HTTP. ഈ HTTP ആണെങ്കിലും FTP ആണെന്നുണ്ടെങ്കിലും സെൻഡറും റിസീവറും അറ്റ് എ ടൈം ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ദെൻ ഓൺലി വി ഗെറ്റ് ദ റിസൾട്ട്. അതായത് ക്ലയന്റും റിക്വസ്റ്റ് അയച്ച് സെർവർ എന്ത് ചെയ്യണം, ഏത് സമയം ഇങ്ങനെ ഏത് ക്ലയന്റിൽ നിന്നാണ് റിക്വസ്റ്റ് വരുന്നത് നോക്കിയാണ് ഇരിക്കുക. ഓക്കെ, എന്നിട്ട് ക്ലയന്റ് കൊടുക്കുന്ന റിക്വസ്റ്റിന് അപ്പൊ തന്നെ സഡൻ റിപ്ലൈ ആണ് കൊടുക്കുക. അതായത് മനസ്സിലായോ? അതേസമയം ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഡയറക്റ്റ്, അതായത് ഞാനിപ്പോ ഒരാൾക്ക് ഇമെയിൽ അയക്കുന്നുവെങ്കിൽ അയാൾ അവിടെ കറന്റ് അവിടെ ആക്റ്റീവ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതായത് 1 വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന്, അല്ലെങ്കിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാം. അതായത് എനിക്കൊരാൾക്ക് ഇമെയിൽ അയക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ അയക്കുന്നു. അതെന്താണ്, അയാൾ എപ്പോഴാണോ അയാളുടെ മെയിൽ ഓപ്പൺ ആക്കുന്നത് അന്നേരം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അയാൾക്കത് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇമെയിലിന്റെ വർക്കിംഗ് കാര്യങ്ങളും എങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളും കാര്യങ്ങളും. അതായത് ഇപ്പോ നമുക്കറിയാം, അതാ ഡയഗ്രാം വെച്ചിട്ട് ഞാൻ പറയാം. ഡയഗ്രാം കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, എന്താ അമൽ എന്തെങ്കിലും കാണാം മിസ് ഡയഗ്രാം. ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പൊ 2 പേര്, അതായത് ഇമെയിൽ അയക്കേണ്ട ആലീസിന് ആർക്കാണ്, ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ബോബിനാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഇമെയിൽ അയക്കേണ്ടത്. ഓക്കെ, ആലീസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മെയിൽ അയക്കണം. ആർക്ക് അയക്കണം, ബോബ് എന്ന് പറയുന്ന ആൾക്കാണ് അയക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആലീസ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിലാണ്, അതുപോലെ തന്നെ ബോബ് എന്ന് പറയുന്നത് വേറൊരു നെറ്റ്വർക്കിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ത്രൂ ഇന്റർനെറ്റ് വഴി ഇവരെന്താണ്, കണക്റ്റഡ് ആണ്.
ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തിന്റെ ഒരു ആവശ്യം വരുന്നത്? ഇന്റർമീഡിയറ്റ് ആയിട്ട് സെർവറിന്റെ ആവശ്യകത വരുന്നത്. ഓക്കെ, അതായത് ആലീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത ആലീസിന്റെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആലീസിന്റെ മെയിൽ എന്ന് പറയുന്നത് ജിമെയിലും മറ്റു ആളുടെ ഏതാ വേറെ ഏതെങ്കിലും ഒരു മെയിൽ യാഹു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ജിമെയിലിന് ഒരു സെർവർ ഉണ്ടാവും, യാഹുവിന് ഒരു സെർവർ ഉണ്ടാവും, അല്ലേ? അപ്പൊ ഈ ആലീസ് അയക്കുന്ന മെസ്സേജസ് എങ്ങനെയായിരിക്കും? ആലീസ് അയക്കുന്ന മെസ്സേജസ് ആലീസിന്റെ ജിമെയിൽ സെർവറിലൂടെയാണ് പാസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ബോബിന് കിട്ടുന്ന മെസ്സേജ് അയാളുടെ യാഹു സെർവറിൽ നിന്നായിരിക്കും മെസ്സേജസ് കിട്ടാം. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇതിന്റെ ഇടയ്ക്ക് എന്താണ്? ഒരു സെർവർ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഇമെയിലിന്റെ ആർക്കിടെക്ചർ പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 3 കമ്പോണൻസിനെ കുറിച്ച് പറയേണ്ടി വരും. ഒന്ന് യു എ മീൻസ് യൂസർ ഏജന്റ് എന്നാണ്. ഒന്ന് UA, രണ്ടാമത്തത് MTA എന്ന് പറഞ്ഞാൽ മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ്, മൂന്നാമത്തത് മെസ്സേജ് ആക്സസ് ഏജന്റ്. ഓക്കെ, അത് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. യൂസർ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആലീസ് ആണ് മെസ്സേജ് അയക്കുന്ന ആള്. ആലീസ് എന്തായാലും ഒരു ഇന്റർഫേസ് യൂസ് ചെയ്യുമല്ലോ, ഇല്ലേ? വെബ് ബ്രൗസറിനകത്ത് ഒരു ഇന്റർഫേസ് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആലീസ് മെസ്സേജ് അയക്കുന്നത്. അവിടെ ആയിരിക്കും ഏത് കമ്പോണന്റ് വരിക? യൂസർ ഏജന്റ് എന്ന് പറയുന്ന കമ്പോണന്റ് വരിക. ഇനി അതുപോലെ തന്നെ റിസീവറിന്റെ സൈഡിൽ ബോബ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യൂസർ ഇന്റർഫേസ് യൂസ് ചെയ്തല്ലേ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ യൂസർ ഏജന്റ് എന്ന് പറയുന്നത് എവിടെയൊക്കെ വരും? സെൻഡർ, അതായത് അയക്കുന്ന സൈഡിലും യൂസർ ഏജന്റ് വരും, റിസീവ് ചെയ്യുന്ന അവിടെ എന്ത് വരും? ഒരു യൂസർ ഏജന്റ് വരും. ഓക്കെ ആണോ? ഇനി മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് എന്ന് പറയുന്ന കമ്പോണന്റ് ചെയ്യുന്നത് ഒരു മെസ്സേജിനെ ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റോർ ആൻഡ് ഫോർവേഡ്, സ്റ്റോർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന പർപ്പസ് ആണ്. ആ ഒരു ഫങ്ഷനാലിറ്റി ചെയ്യുന്ന കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്? മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ MTA എന്ന് പറയുന്നത് 3 സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. 3 സ്ഥലത്ത് MTA വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ആലീസ് എന്താണ്? ആലീസ് ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ MTA ക്ലയന്റ്, അതായത് ആലീസ് എന്ന് പറയുന്ന ക്ലയന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ആലീസ് എന്ന് പറയുന്ന ആള് ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇമെയിലിന്റെ ഇമെയിൽ സെർവർ കാണിച്ചിരിക്കുന്ന മെയിൽ സെർവർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ? അതിന്റെ അകത്തും ഉണ്ട് ഒരു ക്ലയന്റും ഉണ്ട്, സെർവറും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ഈ ആലീസ് മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സെർവറിനകത്തേക്ക് അയക്കും. ഓക്കെ, അപ്പൊ എന്താണ്? ഈ നമ്മുടെ സിസ്റ്റത്തിലെ യൂസർ MTA ക്ലയന്റ് എന്ത് ചെയ്യുന്നുണ്ട്? സെർവറിന്റെ സൈഡിലുള്ള MTA സെർവറുമായിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ഓക്കെ, അതായത് സെർവറിൽ എന്തുണ്ട്? MTA സെർവർ ഉണ്ട്. മെയിൽ മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് യൂസറിന്റെ സൈഡിൽ, അതായത് മെയിൽ അയക്കുന്ന ആളുടെ അവിടെ നിന്ന് എന്താണ്? മെസ്സേജിനെ ട്രാൻസ്ഫർ ചെയ്ത് ജിമെയിലിന്റെ സെർവർ, ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിന്റെ സെർവറിലോട്ട് കൊണ്ടുവരുന്നത് ആരാണ്? MTA സെർവറാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി അവിടെ ഡേറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MTA സെർവർ എന്ത് ചെയ്യും? MTA സെർവറിന് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മറ്റേ യാഹുവിന്റെ സെർവറിനകത്തേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റില്ല. അവിടെയും എന്താണ് വേണം? ക്ലയന്റ് സെർവർ വേണം. ഓക്കെ, അപ്പൊ എന്താണ്? MTA എന്ന് പറയുന്നത് ക്ലയന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് സെർവറിന്റെ ഉള്ളിൽ ഒരു പ്രോസസ് എന്താണ്? ക്ലയന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആ ക്ലയന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യാഹുവിന്റെ സെർവറിനകത്തുള്ള സെർവറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. അപ്പൊ എന്താണ്? അവിടെ ഒരു MTA ക്ലയന്റും അവിടെ ഒരു MTA സെർവർ കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, ഇനി ഈ യാഹുവിന്റെ സെർവറിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ മെയിൽ ബോക്സിനകത്ത് ആയിരിക്കും ഉണ്ടാവുക, ഇല്ലേ? അയക്കുന്ന മെസ്സേജ് എന്ത് ചെയ്യും? റിസീവറിന്റെ മെയിൽ ബോക്സിനകത്തായിരിക്കും കിടക്കാം. ഓക്കെ, ആ മെയിൽ ബോക്സിൽ നിന്നും റിസീവ് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവിടെ എന്തായിരിക്കും? പിന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്താണ്? മെസ്സേജ് ആക്സസ് ഏജന്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ബോബ് എന്ന് പറയുന്നത് മെസ്സേജിനെ റിസീവ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ നിന്ന് അയക്കുന്ന മെസ്സേജ് നമുക്കറിയാം, നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് നമ്മുടെ ഒരു ബഫറിലാണ് പോയി കിടക്കുക, അല്ലെ? ആ ബഫറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്ത് അയാളുടെ ഇൻബോക്സിനകത്തേക്ക് വന്നെടുക്കും, റിസീവറിന്റെ ഇൻബോക്സിനകത്ത് വന്നെടുക്കും. ഓക്കെ, ആ റിസീവറിന്റെ ഇൻബോക്സിൽ നിന്ന് റിസീവർ എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജ് ആക്സസ് ഏജന്റ്, എല്ലായിടത്തും ക്ലയന്റ് സെർവർ വേണം. ഓക്കെ, അപ്പൊ എന്താണ്? ഈ സെർവർ എന്ന് പറയുന്നത് നമ്മുടെ റിസീവറിന്റെ സൈഡിലുള്ള ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്സസ് ചെയ്തെടുക്കുന്നത്. ആക്സസ് ചെയ്തെടുക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ബോബിന് ആ ഇമെയിൽ റിസീവ് ആകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആക്ച്വലി ആ 1 2 3 4 5 6 7 8 9 നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എന്താണ്? ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ ഏജന്റിൽ നിന്നും MTA ക്ലയന്റിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. MTA ക്ലയന്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെന്ററിന്റെ സൈഡിലുള്ള സെർവറിൽ എന്താണ്? MTA സെർവറിനകത്തേക്ക് അയക്കും. അവിടെ നിന്നുള്ള MTA ക്ലയന്റ് ത്രൂ ഇന്റർനെറ്റ് വഴി എന്ത് ചെയ്യും?
റിസീവറിന്റെ സൈഡിലുള്ള സെർവറിലോട്ട് എത്തിക്കും. അവിടെ നിന്നും ഇൻബോക്സിലോട്ട് വന്ന് ആ ഇൻബോക്സിൽ നിന്നും മെസ്സേജ് ആക്സസ് ഏജന്റ് വഴി എന്ത് ചെയ്യുന്ന യൂസർ റിസീവ് ചെയ്തെടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് ആ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് യൂസ് ചെയ്യുന്നിടത്തെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് SMTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുക. മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടല്ലോ, അതായത് എന്ന് പറയുന്നത് മെസ്സേജ് MTA ക്ലയന്റും MTA സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ തന്നെ എന്താണ് അടുത്ത MTA സെർവറും ക്ലയന്റും തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ആ MTA ക്ലയന്റും MTA സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ മൂന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, SMTP പ്രോട്ടോകോൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇനി മെസ്സേജ് ആക്സസ് ഏജന്റ് വരുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് പോപ്പും ഐമാപ്പും ഒക്കെ ആയിരിക്കും. ഓക്കെ, അത് ഈ പോപ്പും ഐമാപ്പും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം, നമുക്ക് ചില മെസ്സേജസ് നമ്മൾ എന്താണ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂ ചെയ്ത് ഇമെയിൽ വരുമ്പോൾ എല്ലാ ഇമെയിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുക. ചില ഇമെയിലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതിന് നമ്മൾ സെപ്പറേറ്റ് പ്രോട്ടോകോൾസ് ആണ് ഉപയോഗിക്കുക. അപ്പം മെയിൻലി 3 പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് ഇത്രയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അവിടെ 3 കമ്പോണൻസ് ഉണ്ട്. യൂസർ ഏജന്റ് ഉണ്ട്, മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് ഉണ്ട്, മെസ്സേജ് ആക്സസ് ഏജന്റ് ഉണ്ട്. എല്ലായിടത്തും എന്ത് വേണം, ഒരു ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ വേണം നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡയഗ്രാം മനസ്സിലായോ? ഇനി അതൊന്ന് വായിച്ചു പോ, അപ്പം കുറെ പോയിന്റ്സുകൾ കിട്ടും. ഡയഗ്രാം മനസ്സിലായോ? ഓക്കെ, ഇനി ഇതൊന്ന് വായിക്കാം നമുക്ക്. Email is an application layer service that allows users to exchange messages over a computer network or the internet. Okay. Then unlike applications such as HTTP and FTP, where a server continuously waits for requests from client and provides an immediate response, email works differently. HTTP-ലും FTP-ലും ഒക്കെ സെർവർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലയന്റിൽ നിന്ന് റിക്വസ്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടായിരിക്കുക. ഓക്കെ, റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ച് തിരിച്ചെന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് കൊടുക്കും. പക്ഷേ ഇമെയിലിൽ എന്താണ്, അങ്ങനെയല്ല. ഇമെയിൽ ഇസ് കൺസിഡർഡ് എ വൺ വേ ട്രാൻസാക്ഷൻ. ഇമെയിൽ എന്ന് പറയുന്നത് വൺ വേ ട്രാൻസാക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. മീനിങ് ദാറ്റ് വെൻ വൺ യൂസർ സെൻഡ്സ് എ മെസ്സേജ് ടു അനദർ, എ റെസ്പോൺസ് ഈസ് നോട്ട് മാൻഡേറ്ററി. ഓക്കെ, ഒരാൾ എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് അയക്കുന്നത്, അതിന് തിരിച്ച് അപ്പൊ തന്നെ റെസ്പോൺസ് കിട്ടണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. ഓക്കെ, റിസീവർ മേ ചൂസ് ടു റിപ്ലൈ ഓർ മേ നോട്ട് റെസ്പോണ്ട് അറ്റ് ഓൾ. റിസീവർ എന്ന് പറയുന്നത് എന്താണ്, ചിലപ്പോൾ റിപ്ലൈ തിരിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ റിപ്ലൈ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇഫ് എ റിപ്ലൈ ഈസ് സെൻഡ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് വൺ വേ ട്രാൻസാക്ഷൻ. ഒരു റിപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വൺ വേ ട്രാൻസാക്ഷൻ തന്നെയാണ്. അവിടെയും എന്താണ്, തിരിച്ച് അങ്ങോട്ട് റെസ്പോൺസ് വരണമെന്നില്ല, അല്ലെ? In an email system, it is neither practical or nor logical for every user to run a server program continuously and wait for incoming messages. Okay. അതായത് ഒരു ഇമെയിൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയുക, മെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സെർവർ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് റൺ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എപ്പോഴും അതിന് റെസ്പോൺസ് തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. യൂസേഴ്സ് മേ സ്വിച്ച് ഓഫ് their computers or disconnect from the network when they are not using them. ഓക്കെ, ഇപ്പൊ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മെയിലിലുള്ള ഡേറ്റ ഒന്നും പോകത്തില്ലല്ലോ. ടു ഓവർകം ദിസ് ലിമിറ്റേഷൻ, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ റിലൈസ് ഓൺ ഇന്റർമീഡിയറ്റ് മെയിൽ സെർവേഴ്സ്. അതായത് എപ്പോഴും അതായത് ഞാനിപ്പോ ഒരു മെയിൽ അയക്കുന്നത് എന്റെ ജിമെയിലിൽ നിന്ന് വേറൊരു യാഹു മെയിലോട്ട് അയക്കുമ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, എന്റെ മെസ്സേജ് ഒരിക്കലും യാഹു സെർവറിലോട്ട് പോകുന്നില്ല. എന്റെ മെയിൽ സെർവറിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുള്ളൂ, ആ സെർവറിനകത്തേക്ക്, റിസീവറിന്റെ സെർവറിനകത്തേക്ക് പോകുള്ളൂ. These servers store, forward and deliver messages between users. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സെർവറിന്റെ ഒക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ, വരുന്ന മെസ്സേജസിനെ സ്റ്റോർ ചെയ്യുക, അതിനെ എങ്ങോട്ടാണ് ഫോർവേഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോർവേഡ് ചെയ്യുക. ഓക്കെ, sender's email client sends the message to a mail server which then transfers to its recipient's mail server. Okay, സെൻഡറിന്റെ സൈഡിലുള്ള ക്ലയന്റ് മെഷീൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, റിസീവറിന്റെ സൈഡിലുള്ള മെയിൽ സെർവറിന് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, when the recipient becomes available, എപ്പോഴാണോ നമുക്ക് റിസീവർ അവൈലബിൾ ആവുന്നത്, they can access and retrieve the message using their email client. അവരുടെ ഇമെയിൽ ക്ലയന്റ് വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇൻബോക്സിൽ വന്ന് കിടക്കുന്ന മെസ്സേജസിന് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. Okay, thus email implements the client server model in an indirect manner.
ഓക്കെ, ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ എന്താ നടക്കുന്നത്? ഡയറക്റ്റ് യൂസറിൽ നിന്നും നമ്മുടെ സെന്ററിൽ നിന്ന് റിസീവറിലോട്ട് പോകുന്നില്ല. ഇന്റർമീഡിയറ്റ് ആയിട്ട് എന്താണ് കുറെ സെർവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, users run only client programs whenever they need to send or receive messages, while dedicated mail servers handle the storage and the delivery of emails. രണ്ട് സൈഡിലും, അതായത് യൂസർ എന്ന് പറയുന്നത് സെൻഡറുണ്ട് റിസീവർ ഉണ്ട്. രണ്ട് യൂസറിന്റെ സൈഡിലും എന്താണ് അവര് മെസ്സേജ് അയക്കുകയും റിസീവ് ചെയ്യുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പക്ഷെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള മെയിൽ സെർവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഡേറ്റനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. Okay, this approach allows reliable communication even when the sender and the receiver are not online at the same time. Okay, രണ്ടുപേരും ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഇതെന്താണ് റിലയബിൾ ആയിരിക്കും. ഡേറ്റ ഒരിക്കലും എന്തായി പോകത്തില്ല, നമുക്ക് മിസ്സായി പോകത്തില്ല. ആർക്കിടെക്ചറിനകത്ത് പറയുന്നത്, ആർക്കിടെക്ചർ ഓഫ് ഇമെയിൽ കൺസിസ്റ്റ് ഓഫ് യൂസർ ഉണ്ടാവും, മെയിൽ സെർവേഴ്സ് ഉണ്ടാവും, മെയിൽ ബോക്സസ് ഉണ്ടാവും, ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ക്യൂസ് ഉണ്ടാവും, and different software agents that work together. കുറച്ച് സോഫ്റ്റ്വെയർ ഏജൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഏതൊക്കെയാണ്? യൂസർ ഏജന്റ്, മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ്, അങ്ങനെയുള്ള കുറച്ച് സോഫ്റ്റ്വെയർ ഏജൻസും ഉണ്ടാവും ഇതിന്റെ കൂട്ടത്തില്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ആലീസ് എന്ന് പറയുന്ന സെൻഡറും ബോബ് എന്ന് പറയുന്ന റിസീവറുമാണ് ആർ കണക്റ്റഡ് ടു ദെയർ റെസ്പെക്റ്റീവ് മെയിൽ സെർവേഴ്സ് ത്രൂ എ LAN or WAN. ഇന്റർനെറ്റ് വഴി അവർ രണ്ടുപേരുടെ സെർവേഴ്സ് തമ്മിൽ എന്താണ് കണക്റ്റഡ് ആണ്. Each user has a mailbox on the mail server where received messages are stored. ഓരോരുത്തരുടെയും ഓരോരുത്തർക്കും അവരുടെ മെയിൽ സെർവറിനകത്ത് എന്തുണ്ടാവും? ഓരോ മെയിൽ ബോക്സ് ഉണ്ടാവും. ഓക്കെ, എനിക്കിപ്പോ എന്റെ ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിന്റെ സെർവറിനകത്ത് എനിക്കൊരു മെയിൽ ബോക്സ് സ്വന്തമായിട്ടുണ്ടാവും. ഓക്കെ, അതിനകത്ത് എന്തുണ്ടാവും? എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജസ് എല്ലാം അവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും. ഓക്കെ, അവിടെ എന്തുണ്ടാവും? ഒരു സ്പൂള് അല്ലെങ്കിൽ ക്യൂ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ അയക്കുന്ന മെസ്സേജസ് ഒക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് എനിക്ക് വരുന്ന മെസ്സേജസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പൂളും ഉണ്ടാവും, ഒരു മെയിൽ ബോക്സും ഉണ്ടാവും. ഓക്കെ, ഇനി വർക്കിംഗ് പറയുന്നതാണ്. വെൻ ആലീസ് വാണ്ട് ടു സെൻഡ് ആൻ ഇമെയിൽ, ഷീ യൂസസ് എ യൂസർ ഏജന്റ് ടു കമ്പോസ് ആൻഡ് സബ്മിറ്റ് ദ മെസ്സേജ് ടു ഹെർ മെയിൽ സെർവർ. ആലീസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻഡർ ആണ്. ഓക്കെ, സെൻഡർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ഏജന്റ് യൂസ് ചെയ്തിട്ട് മെയിൽ കമ്പോസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യും. ആ സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? അതായത് സെൻഡറിന്റെ സെർവറിനകത്തേക്ക്, മെയിൽ സെർവറിനകത്തേക്ക് എന്ത് ചെയ്യും? സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ദ മെസ്സേജ് ഈസ് ദെൻ പ്ലേസ്ഡ് ഇൻ ദ ക്യൂ. അപ്പൊ ആ മെസ്സേജ് എന്ത് ചെയ്യും? അവിടെ ഒരു ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്പൂൾ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ എന്തായിരിക്കും? പ്ലേസ് ചെയ്യും. ആൻഡ് ട്രാൻസ്ഫേർഡ് അക്രോസ് ദ ഇന്റർനെറ്റ് യൂസിങ് MTA. അവിടെ നമ്മൾ MTA, മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ്. ഓക്കെ, മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് എന്നാണ് കേട്ടോ. മെയിൽ ഇവിടെ സ്പൂളിലുള്ള ഡേറ്റനെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു MTA നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. MTA ഫോളോസ് എ ക്ലയന്റ് സെർവർ. MTA-ക്കകത്തും ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുള്ളൂ. Where the client transfers the message to the destination mail server and the server runs continuously to accept incoming messages. അതായത് ഞാൻ എൻ്റെ ജിമെയിൽ ആണ് യൂസ് ചെയ്യുന്നതിന് എൻ്റെ ജിമെയിലിന് ഒരു സെർവർ ഉണ്ടാവും. ആ സെർവർ എന്ന് പറയുന്നത് ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ എൻ്റെ മെയിലിൽ ഒരു സ്പൂളിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ വഴി എന്ത് ചെയ്യും? ഡെസ്റ്റിനേഷൻ ഏതാണോ ആ ഡെസ്റ്റിനേഷന്റെ മെയിൽ ID ഉണ്ടല്ലോ, അതിന്റെ സെർവറിനകത്തേക്ക് എന്ത് ചെയ്യും? MTA വഴി എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. വൺസ് ദ മെസ്സേജ് റീച്ചസ് ബോബ് മെയിൽ സെർവർ. ഓക്കെ, അപ്പൊ മെസ്സേജ് അവിടെ നിന്ന് അയച്ചു, ബോബിന്റെ മെയിൽ സെർവറിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ബോബ്സ് മെയിൽ ബോക്സ്. ബോബിന്റെ മെയിൽ ബോക്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് സ്റ്റോർ ചെയ്യുന്നത്. ടു റീഡ് ദ മെസ്സേജ്, ആ മെസ്സേജ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോബ് എന്ത് ചെയ്യണം? അവിടെ മെസ്സേജ് ആക്സസ് ഏജന്റ് യൂസ് ചെയ്യണം. ഓക്കെ, മെസ്സേജ് ആക്സസ് ഏജന്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ആ മെയിൽ റിസീവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു യൂസർ ഏജന്റ് യൂസ് ചെയ്യുന്നത്. വിച്ച് റിട്രീവ്സ് ദ മെസ്സേജ് ഫ്രം ദ മെയിൽ സെർവർ. മെസ്സേജ് ആക്സസ് ഏജന്റ് ആണ് മെയിൽ സെർവറിൽ നിന്നുള്ള ഡേറ്റ, അതിലേക്ക് നമ്മുടെ ഇൻബോക്സിൽ നിന്നുള്ള അല്ലെങ്കിൽ മെയിൽ ബോക്സിൽ നിന്നുള്ള മെസ്സേജിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? മെസ്സേജ് ആക്സസ് ഏജന്റ് ആണ്. Okay, unlike MTA, which is a push protocol that pushes messages to the destination server, MAA is pull protocol. Okay, അതായത് പുഷ് പുൾ എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അത് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ പഠിക്കും. ഓക്കെ, പുഷ് പ്രോട്ടോകോളും ഉണ്ട്, പുൾ പ്രോട്ടോകോളും ഉണ്ട്. അതായത് പുഷ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി
റെഡിയാണ് ഡേറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സോഴ്സ് ഡെസ്റ്റിനേഷൻ റെഡി ആണെന്ന് നോക്കാതെ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഡേറ്റ ലോസ് ആയി പോകാനുള്ള ചാൻസ്. അങ്ങനെ 2 ടൈപ്പിലുള്ള പ്രോട്ടോകോൾ ആണ് പുഷും പുള്ളും എന്ന് പറയുന്നത്. അപ്പൊ MTA എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ എന്തായിരിക്കും പുഷ് പ്രോട്ടോകോൾ ആയിരിക്കും. SH ആക്സസ് ഏജന്റ് വരുന്നിടത്ത് എന്തായിരിക്കും പുൾ പ്രോട്ടോകോൾ ആയിരിക്കും. ഓക്കെ, this architecture eliminates the need for users to keep their computers running continuously and enables reliable email communication. Okay, ഇങ്ങനെയുള്ള ആർക്കിടെക്ചർ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ അയക്കുന്ന ആള് അവിടെ കറക്റ്റ് ഓൺലൈൻ അല്ലെങ്കിൽ കൂടി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ അയക്കുന്ന മെസ്സേജസ് അവിടെ റിസീവ് ആവുന്നത്. ഓക്കെ, അതായത് രണ്ടുപേരും മറ്റു ടൈമിൽ എങ്ങനെയാവണമെന്നില്ല, അവൈലബിൾ ആവണമെന്നില്ല. ഓക്കെ, ഞാൻ അയക്കുന്ന മെസ്സേജസ് എന്റെ മെയിൽ സെർവർ വഴി റിസീവറിന്റെ മെയിൽ സെർവറിലേക്ക് എത്തി അവിടുത്തെ മെയിൽ ബോക്സിൽ എന്തുണ്ടാവും, കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം അവിടെ ഞാൻ അയക്കുന്ന മെസ്സേജ് റീഡ് ചെയ്യേണ്ട ആള് എപ്പോഴാണോ ഓൺലൈൻ വരുന്നത് അപ്പോൾ മാത്രം അയാളുടെ എന്ത് ചെയ്താൽ മതി, മെസ്സേജ് ആക്സസ് ഏജന്റ് വഴി അയാൾക്ക് അയാളുടെ ഇൻബോക്സിൽ നിന്ന് മെസ്സേജസിന് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അത് ഓരോന്നും എന്താന്ന് പറയുന്നുണ്ട്, അത് നോക്കാം അല്ലെ. User agent is the first component of an electronic mail system that provides services to users. യൂസറിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജന്റ് ആണ് എന്ത്, യൂസർ ഏജന്റ്. അതായത് ഫോർ എക്സാമ്പിൾ ക്രിയേറ്റിംഗ്, സെൻഡിങ്, റിസീവിംഗ്, റീഡിംഗ്, റിപ്ലൈയിങ്, ഫോർവേഡിംഗ് ഇമെയിൽ മെസ്സേജസ് എല്ലാം ഏതിനകത്ത് വരുന്ന യൂസർ ഏജന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ഇതെന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ്. ഇറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ ഇമെയിൽ സിസ്റ്റം. യൂസറും നമ്മുടെ ഇമെയിലും തമ്മിലുള്ള ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് എന്ത്, യൂസർ ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യൂസർ ഏജന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. കമാൻഡ് ഡ്രിവൺ ഉണ്ട്, GUI ബേസ്ഡ് ഉണ്ട്. നമുക്കറിയാലോ കമാൻഡ് ഡ്രിവൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമ്മൾ കമാൻഡ്സ് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ നടത്താം. മറ്റെന്തായിരിക്കും, വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള GUI ബേസ്ഡ് ആയിട്ടുള്ള യൂസർ ഏജൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്താണ് കമ്പോസ് കൊടുക്കും അല്ലെ. ടു സെൻഡ് ആൻ ഇമെയിൽ നമുക്കറിയാം എന്താണ്, യൂസർ ക്രിയേറ്റ്സ് എ മെസ്സേജ് യൂസിങ് യൂസർ ഏജന്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മെയിൽ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഇമെയിൽ ഈസ് സിമിലർ ടു ദ പോസ്റ്റൽ മെയിൽ. പണ്ടത്തെ പോസ്റ്റ് നമ്മൾ മെയിൽ അയക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇമെയിൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ഉണ്ടാവും, എൻവലപ്പ് ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും. ഓക്കെ, എൻവലപ്പ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ മെയിലിൽ അഡ്രസ് കൊടുക്കത്തില്ലേ, ടു ആർക്ക് വേണം എന്നുള്ളത്. ഓക്കെ, സെൻഡർ അഡ്രസ് ഉണ്ടാവും, റിസീവർ അഡ്രസ് ഉണ്ടാവും, ഡെലിവറി ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെന്താണ് നമ്മുടെ മെസ്സേജിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഹെഡർ ഉണ്ടാവും, ബോഡി ഉണ്ടാവും. ഹെഡർ ഇൻക്ലൂഡ്സ് സെൻഡർ, റിസീവർ, സബ്ജക്ട് ആൻഡ് അതർ കൺട്രോൾ ഡീറ്റെയിൽസ്. ഓക്കെ, ബോഡിയിലായിരിക്കും നമ്മുടെ ഡേറ്റ നമുക്ക് അയക്കേണ്ട മെസ്സേജ് ഉണ്ടാവുക. ഇനി മെയിൽ റിസീവ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, വെൻ റിസീവിംഗ് എ മെയിൽ ദ യൂസർ ഏജന്റ് ഈസ് ആക്ടിവേറ്റഡ് എയ്തർ ബൈ ദ യൂസർ ഓർ ഓട്ടോമാറ്റിക്കലി ത്രൂ എ ടൈമർ. ഓക്കെ, യൂസർ ഏജന്റ് യൂസ് ചെയ്തിട്ടാണ് റിസീവറിന്റെ സൈഡിൽ മെയിൽ എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. If new mail is available in the mailbox, the user agent notifies the user. പുതിയൊരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നോട്ടിഫിക്കേഷൻ കിട്ടും അല്ലെ. ഇഫ് ഇറ്റ് ദെൻ ഡിസ്പ്ലേസ് എ ലിസ്റ്റ് ഓഫ് റിസീവ്ഡ് മെസ്സേജസ്. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് റിസീവ്ഡ് ആയിട്ടുള്ള മെസ്സേജസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഷോയിങ് സമ്മറി ഇൻഫോർമേഷൻ സച്ച് എസ് ദ സെൻഡേഴ്സ് ഇമെയിൽ അഡ്രസ്, സബ്ജക്ട്, ഡേറ്റ്, ടൈം ഓഫ് റിസീപ്റ്റ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് അറിയാൻ പറ്റും. The user can select any message from the list and view its complete content on the screen. Thus, the user agent simplifies the process of accessing and managing received mail. Okay, അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ഡേറ്റനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഇമെയിൽ അഡ്രസ് നമുക്കറിയാലോ, @ ഉണ്ടായിരിക്കണം, ഡൊമൈൻ നെയിം ഉണ്ടായിരിക്കണം. അതൊക്കെ കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം. ഡൊമൈൻ നെയിമിനെ എന്ത് ചെയ്യണം, IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം, DNS ഉണ്ടാവും, അതെല്ലാം സെർവറിനകത്തും ഉണ്ടാവും. ഓക്കെ, മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് പറയാം. മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, ക്ലയന്റും സെർവറും തമ്മിൽ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറിങ് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് എന്ന് പറയുന്നത്. ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ഫറിങ് ഇമെയിൽ മെസ്സേജസ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ ത്രൂ മെയിൽ സെർവേഴ്സ്. ഇനി എവിടെയൊക്കെ 3 സ്ഥലത്ത് നമുക്ക് ക്ലയന്റ് സെർവർ കണക്ഷൻ വരുന്നുണ്ട്. എന്തൊക്കെയാന്ന് നോക്കിക്കേ. ഫസ്റ്റ്, ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ സെൻഡർ മെയിൽ സെർവർ.
നമ്മുടെ സെൻഡർ, അതായത് ആലീസിന്റെ മെയിൽ സെർവറും തമ്മിൽ എന്ത് വരുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് എന്താണ്, സെൻഡറിന്റെ മെയിൽ സെർവറും റിസീവറിന്റെ മെയിൽ സെർവറും തമ്മിൽ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് എന്ത് വരുന്നത്, റിസീവറിന്റെ മെയിൽ സെർവറും തമ്മിൽ എന്ത് വരുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ മൂന്നിടത്തും എന്താണ്, നമുക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, മൂന്നിടത്തും ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരിടത്ത് MTA, ആ ഫിഗറിനകത്ത് നമുക്ക് നോക്കിയാല് ഇവിടെ ഇതാണ് 2 കൊടുത്തിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അതായത് യൂസറിന്റെ മെയിൽ സെൻഡറിന്റെ സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് 5 കാണിച്ചിരിക്കുന്നതാണ് അടുത്ത് വരുന്നത്, മെസ്സേജ് ട്രാൻസ്ഫർ MTA ക്ലയന്റും MTA സെർവറും, അതായത് സെൻഡറിന്റെ സെർവറും റിസീവറിന്റെ സെർവറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത് പറഞ്ഞത് ഏതാണ്, 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ അവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മെസ്സേജ് ആക്സസ് ഏജന്റിന്റെ സെർവറും ക്ലയന്റുമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൂന്നിടത്തും ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. ആ മൂന്നിടത്തിൽ രണ്ടിടത്തും നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്, MTA ആണ് ഉപയോഗിക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. In an email system, 3 client-server interactions are involved. First, between the sender and the sender mail server. സെൻഡറും സെൻഡറിന്റെ മെയിൽ സെർവറും തമ്മിൽ. രണ്ടാമത്തത് സെൻഡർ മെയിൽ സെർവറും റിസീവറിന്റെ മെയിൽ സെർവറും. മൂന്നാമത്തത് ബിറ്റ്വീൻ ദ റിസീവർ ആൻഡ് ദ റിസീവർ മെയിൽ സെർവർ. ഓക്കെ, ഇനി ഫസ്റ്റ് 2 ഇന്ററാക്ഷൻ യൂസസ് എന്താണ്, MTA. ആദ്യത്തെ 2 സ്ഥലത്തും എന്താ ഉപയോഗിക്കുന്നത്, മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുക. മൂന്നാമത്തെ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും മെസ്സേജ് ആക്സസ് ഏജന്റ് ആയിരിക്കും. മൂന്നിടത്തും ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ആദ്യത്തേനകത്ത് MTA ക്ലയന്റും MTA സെർവറും വേണം, രണ്ടാമത്തേനകത്ത് MTA ക്ലയന്റും MTA സെർവറും വേണം, മൂന്നാമത്തെ MAA ക്ലയന്റും സെർവറും വേണം. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ MTA യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഏതായിരിക്കും, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആയിരിക്കും. ഏത് യൂസ് ചെയ്യുന്നത്, MTA കമ്മ്യൂണിക്കേഷൻ വരുന്നിടത്തെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതായിരിക്കും, SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആയിരിക്കും ഉപയോഗിക്കാം. അതെ, SMTP ഈസ് യൂസ്ഡ് ട്വൈസ് ഡ്യൂറിങ് ഇമെയിൽ ട്രാൻസ്മിഷൻ. ഒരു ഇമെയിൽ ട്രാൻസ്മിഷനകത്ത് നമ്മൾ രണ്ടിടത്ത് SMTP ഉപയോഗിക്കാം. അപ്പൊ അവിടേക്കായിരിക്കും സെൻഡറും സെൻഡറിന്റെ മെയിൽ സെർവറും തമ്മിലും സെൻഡറിന്റെ മെയിൽ സെർവറും റിസീവറിന്റെ മെയിൽ സെർവറും തമ്മിൽ ഏതായിരിക്കും വരിക, SMTP ആയിരിക്കും വരിക. ഓക്കെ, ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു, റിസീവറിന്റെ മെയിൽ സെർവറും റിസീവറും തമ്മിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ പോപ്പ് ആവാം, ഇല്ലെങ്കിൽ എന്താവാം, IMAP ആവാം. ഓക്കെ, പോപ്പ് ആവാം, ഇല്ലെങ്കിൽ എന്താവാം, IMAP ആവാം. മെസ്സേജ് ആക്സസ് ഏജന്റ് വരുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോപ്പോ അല്ലെങ്കിൽ എന്തോ ആയിരിക്കും, IMAP ആയിരിക്കും. ഇനി SMTP എന്ന് പറയുന്നത് കമാൻഡ് റെസ്പോൺസ് മെക്കാനിസം ആണ്. നമ്മുടെ കമാൻഡ് ലൈൻ മെസ്സേജസ് ആണ്. കമാൻഡ്സ് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് പോവാം. MTA ക്ലയന്റ് മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് എന്ന് പറയുന്നത് കമാൻഡ്സ് ടു സെർവറിന് അയക്കും. ഓക്കെ, സെർവർ റിപ്ലൈസ് വിത്ത് റെസ്പോൺസസ്, എന്ത് റെസ്പോൺസസ് തിരിച്ചു കൊടുക്കും. ഈച്ച് കമാൻഡ് ആൻഡ് റെസ്പോൺസ് ഈസ് ടെർമിനേറ്റഡ് ബൈ 2 ക്യാരക്ടർ, അതായത് ക്യാരേജ് റിട്ടേൺ, ലൈൻ ഫീഡും. ഓരോ കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം, ക്യാരേജ് റിട്ടേണും കൊടുക്കണം, ലൈൻ ഫീഡും കൊടുക്കണം. ഓക്കെ, അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഹലോ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം എന്താണ്, ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ക്ലയന്റിനെ സെർവറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്നും ഹലോ എന്ന് പറയുന്ന ഒരു SMTP കമാൻഡ് അയച്ചു കഴിഞ്ഞാൽ ദ സെർവർ ക്യാൻ ഐഡന്റിഫൈ മൈ IP അഡ്രസ്. അതായത് നമ്മുടെ എന്താണ് ക്ലയന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹലോ എന്ന് പറയുന്ന മെസ്സേജ് അയക്കാം. ഓക്കെ, മെയിൽ ഫ്രം എന്ന് പറഞ്ഞാൽ ടു സ്പെസിഫൈ ദ സെൻഡർ അഡ്രസ്. സെൻഡറിന്റെ അഡ്രസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൽ ഫ്രം എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, ആ റിസീവ്ഡ് ഫ്രം റിസിപ്പിയന്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് RCPT2. അതെന്ന് പറഞ്ഞാൽ റിസീവറിന്റെ മെയിൽ അഡ്രസ്. ഓക്കെ, ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ എന്ന് പറയുന്ന കമാൻഡ്. ഇനി ആ ഒരു സെക്ഷൻ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്വിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തിരിച്ച് സെർവർ എന്ത് ചെയ്യണം, ഇതിന് റെസ്പോൺസസ് കൊടുക്കണം അല്ലെ. അതായത് SMTP ഹലോ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെർവർ എന്ത് ചെയ്യണം, അതിന്റെ റെസ്പോൺസ് തിരിച്ചു കൊടുക്കണം. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോഡായിട്ടാണ് തിരിച്ചു വരിക. 3 ഡിജിറ്റുള്ള കോഡായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെർവറിൽ നിന്നും ക്ലയന്റിനും വരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും.
ഇതൊക്കെയാണ് കേട്ടോ ഈ 220 കണ്ട 220 എന്ന് പറഞ്ഞത് 220 421 ഇതൊക്കെ പറഞ്ഞ എന്താണ് തിരിച്ചു വരുന്ന റെസ്പോൺസസ് ആണ് കേട്ടോ 250 ഇതൊക്കെ എന്താണ് റെസ്പോൺസസ് ആണ് 354 അങ്ങോട്ട് കൊടുക്കുന്ന കമാൻഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് തിരിച്ചു വരുന്ന റെസ്പോൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ 250 ആണ് തിരിച്ചു വരുന്നതെങ്കിൽ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് ഓക്കെ എന്നുള്ളതാണ് ഇത് എന്ന് പറഞ്ഞതാണ് SMTP-യില് നമ്മള് കമാൻഡ്സ് അയക്കുമ്പോൾ തിരിച്ചു വരുന്ന റെസ്പോൺസ് SMTP ക്ലയന്റും അതായത് മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഏത് യൂസ് ചെയ്യണം SMTP ഉപയോഗിക്കണം മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് രണ്ടിടത്താ വരുന്നത് എവിടേക്ക് വരുന്നത് സെൻഡറിന്റെ ഇമെയിലും അതുപോലെ തന്നെ മെയിൽ സെർവറും തമ്മിലും സെൻഡറിന്റെ മെയിൽ സെർവറും റിസീവറിന്റെ മെയിൽ സെർവറും തമ്മിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് SMTP ആയിരിക്കും അവിടെയാണ് എന്ത് വരുന്നത് മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് ക്ലയന്റും അതുപോലെ MTA ക്ലയന്റും MTA സെർവറും അപ്പൊ MTA ക്ലയന്റ് അയക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കമാൻഡ്സ് ആയിരിക്കും MTA സെർവർ തിരിച്ച് MTA ക്ലയന്റിന് കൊടുക്കുന്ന സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും ഓക്കെ ഇടയ്ക്കൊരു ഹെഡിങ് ആയി പോയിട്ടോ ഇവിടെ 3 കണക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ SMTP എന്ന് പറയുന്നത് 3 TCP പോലെ തന്നെ 3 ഫേസിലാണ് വർക്ക് ചെയ്യുന്നത് ആദ്യമേ എന്ത് ചെയ്യണം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം പിന്നെ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യണം കണക്ഷൻ ടെർമിനേഷൻ കൊടുക്കണം ഇനി കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SMTP ക്ലയന്റ് ഫസ്റ്റ് എന്ത് ചെയ്യണം ഒരു TCP കണക്ഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് സെർവറിന് അയക്കണം ഓക്കെ സെർവർ എന്ത് ചെയ്യും 220 സർവീസ് റെഡി എന്ന് പറഞ്ഞൊരു റെസ്പോൺസ് ഇങ്ങോട്ട് കൊടുക്കും ആ സർവീസ് റെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ നിന്ന് ക്ലയന്റ് എന്ത് ചെയ്യും ഹലോ മെസ്സേജ് അയക്കും ഓക്കെ ഇനി സർവീസ് അൺഅവൈലബിൾ ആണെങ്കിൽ സെർവർ അയക്കുന്നത് എന്തായിരിക്കും 421 ആയിരിക്കും ഓക്കെ ഇനി സെർവർ ഇതിന് തിരിച്ച് അക്നോളജ്മെന്റ് 250 റിക്വസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യും അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് കംപ്ലീറ്റ് ആവും ഓക്കെ 250 കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും നമ്മൾ എന്താണ് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു ദെൻ അടുത്ത സ്പേസ് എന്താ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ മെസ്സേജ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഓക്കെ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്തെ ക്ലയന്റ് ആദ്യം എന്ത് കൊടുക്കും മെയിൽ ഫ്രം എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും ഓക്കെ അപ്പൊ സെർവർ തിരിച്ച് അതിന് കൊടുക്കുന്ന റെസ്പോൺസ് എന്തായിരിക്കും 250 എന്ന് പറയുന്ന കോഡായിരിക്കും ഓക്കെ ആ 250 കിട്ടിക്കഴിഞ്ഞാൽ ക്ലയന്റ് ഇവിടുന്ന് എന്ത് ചെയ്യും റെസിപ്പിയന്റിന്റെ അഡ്രസ് അങ്ങോട്ട് കൊടുക്കും ഓക്കെ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെർവർ എന്ത് ചെയ്യണം ആ കറസ്പോണ്ടിങ് ഡേറ്റനെ റിക്വസ്റ്റ് എടുക്കും ആ റിക്വസ്റ്റ് എന്ത് ചെയ്യും ഡെസ്റ്റിനേഷൻ ഏതാണോ അങ്ങോട്ട് ആ ഡെസ്റ്റിനേഷൻ അതായത് റിസീവറിന്റെ മെയിൽ ഏതാണോ അതിന്റെ സെർവറിനകത്തേക്ക് അയക്കും ഓക്കെ അപ്പം തിരിച്ച് അതിന്റെ സെർവർ എന്ത് ചെയ്യണം ഒരു റെസ്പോൺസ് തിരിച്ചു കൊടുക്കണം അങ്ങനെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും ഡേറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആക്ച്വൽ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഡേറ്റ കൊടുക്കും അത് കഴിഞ്ഞാൽ എന്താണ് അവരുടെ ആ ഒരു കണക്ഷൻ എന്ത് ചെയ്യണം ടെർമിനേറ്റ് ചെയ്യണം ഇത് ആ 3 ഫേസ് കൊടുത്തിരിക്കുന്നതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഡേറ്റ ട്രാൻസ്ഫർ ടെർമിനേഷൻ 3 അപ്പം ഇമെയിലിനകത്ത് പറയേണ്ടത് ഇമെയിൽ എന്നകത്ത് നമ്മളെ ആർക്കിടെക്ചർ പറയണം ആർക്കിടെക്ചർ പറയുമ്പം സെൻഡറും റിസീവറും തമ്മിൽ നമ്മൾ മൂന്ന് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ് 3 ഏജൻസ് യൂസ് ചെയ്യും യൂസർ ഏജന്റ് ഉണ്ട് മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് ഉണ്ട് മെസ്സേജ് ആക്സസ് ഏജന്റ് ഉണ്ട് എന്നിട്ട് ഓരോ ഡയഗ്രത്തിന്റെ അവിടെ എവിടേക്ക് മെസ്സേജ് ആക്സസ് ഏജന്റും ക്ലയന്റും സെർവറും വരുന്നുണ്ട് മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റിന്റെ ക്ലയന്റ് സെർവറും വരുന്നുണ്ട് MTA ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ വരുന്നിടത്തല്ല നമ്മൾ SMTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആയിരിക്കും ഉപയോഗിക്കുക SMTP എന്ന് പറയുന്നതും ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ അവിടെ 3 ഫേസസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ക്ലയന്റ് എന്ത് ചെയ്യണം ആദ്യമേ ഒരു റിക്വസ്റ്റ് കൊടുത്ത് ക്ലയന്റ് സെർവറും തമ്മിൽ എന്ത് ചെയ്യണം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം ദെൻ ട്രാൻസ്ഫർ ചെയ്യണം കണക്ഷൻ ടെർമിനേഷൻ നടത്തണം ഇത്രയുമാണ് ഇമെയിലിനകത്ത് പഠിക്കാനുള്ളത് അപ്പൊ ഇമെയിലിനകത്ത് മെസ്സേജ് ആക്സസ് ഏജന്റ് യൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ പോപ്പ് ഐമാപ്പ് അതിന്റെ വേർഷൻ ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല പോപ്പ് ഐമാപ്പ് എനിക്ക് പോപ്പ് 3 ഐമാപ്പ് 4 ആണ് യൂസ് ചെയ്യുന്നത് വേർഷൻ പോപ്പ് 3 ഐമാപ്പ് 4 ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത് റിസീവറിന്റെ സൈഡിൽ ഇൻബോക്സിൽ വന്ന് കിടക്കുന്ന മെസ്സേജസ് ഉണ്ടല്ലോ അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് പോപ്പ് ഐമാപ്പ് ഓക്കെ
ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ തീരും. ഇന്നത്തേക്ക് ഇത് മതിയില്ലേ? മതി മിസ്സേ. ഇനി അടുത്ത DNS പഠിക്കാനുണ്ട് നമുക്ക്. DNS കഴിഞ്ഞ് പിന്നെ ഒരു ഇതുള്ളൂ, കേസ് സ്റ്റഡി. ഓക്കെ, അപ്പൊ നിർത്താം. ഓക്കെ, താങ്ക് യു.